ഹലോ ഗായ്സ് വെൽക്കം. അപ്പോൾ ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സമയം നോക്കൂ, പുലർച്ചയ്ക്ക് 1:50 1:30 എണീറ്റതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പല്ലൊക്കെ തേച്ച് മേലൊക്കെ കഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വർക്ക് ഉണ്ട്, മേക്കപ്പ് വർക്കാണ്. അപ്പം അതേപോലെ തന്നെ വേറെ ഒരു ട്രയൽ മേക്കപ്പിൻ്റെ വർക്കുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് റെഡി ആയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി. യൂണിഫോം ഇട്ട കാരണം ഇന്ന് ഞാൻ പഠിച്ച അക്കാഡമിയിൽ നിന്ന് വന്നൊരു വർക്കാണ്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട്. നമ്മൾ വേറെയും പ്രൈവറ്റ് ആയിട്ടുള്ള വർക്കും എടുക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ വർക്ക് തരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ വർക്ക്സ് കാണണം എന്നുണ്ടെങ്കിൽ മേക്ക് ഓവർ ബൈ ഹിബ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇതിൽ ഞാൻ ചെയ്ത വർക്കിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ അതേപോലെ കുറച്ച് നാളായിട്ട് തിരക്കായതുകൊണ്ട് കുറേ ഫോട്ടോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. നമ്മൾ കുറേ റീലൊക്കെ ഉണ്ട്. റീൽസിനൊക്കെ നമുക്ക് നല്ല വ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ മേക്കപ്പ് പേജ്. അപ്പം ആവശ്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് എന്തായാലും ഇറങ്ങാനുള്ള സമയമായി. അതിനാ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ എൻ്റെ ബാഗൊക്കെ എടുത്ത് ഇറങ്ങി. ഞാൻ ബാക്കിൽ ട്രൈപോഡൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ബൈക്കിലാണ് കേട്ടോ ഇന്ന് പോകുന്നത്. കാരണം വേറെ ഒന്നല്ല, എന്നെ അസിസ്റ്റ് ചെയ്യാൻ ആരുമില്ല. ഇപ്പം സീസൺ ടൈമാണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരായതുകൊണ്ടും അതേപോലെ അടുത്താണ് വർക്ക് എന്നുള്ളതുകൊണ്ട് ബൈക്കിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളൊരു വീട്ടിൽ ചെന്നിട്ട് അവരോട് ചായയും വെള്ളമൊക്കെ ചോദിച്ച് മേടിക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യം. അവർ തന്നാൽ നിർബന്ധിച്ച് ഞാൻ കുടിക്കാറുണ്ട്. എന്നാലും ഇതേപോലെ കുടിച്ചിട്ടാണ് ഞാൻ എപ്പോഴും വർക്കിന് പോവാറ്. അപ്പോൾ ഞങ്ങളുടെ ചായയൊക്കെ ചൂടാറ്റാണ്. കാരണം ലേറ്റ് ആവാൻ പാടില്ലല്ലോ. നമുക്ക് പുലർച്ചയ്ക്ക് തന്നെ വർക്ക് തുടങ്ങണം. അവർക്ക് 8:30 ആകുമ്പോൾ തീരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7:30 ആകുമ്പോൾ കേട്ടോ. നമ്മൾ 7:30 ആകുമ്പോഴേ തീർത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ബ്രൈഡ് ആളുടെ വീട്ടിലെത്തി. നമ്മൾ ആദ്യം തന്നെ സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫിനിഷിങ്ങിൽ എത്തിയിട്ടില്ല, ജസ്റ്റ് ഡ്രേപ്പ് ചെയ്ത് അവസാനം അയൺ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജ്വല്ലറിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയ ശേഷമാണ് മേക്കപ്പ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഷെയ്ഡിലൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ജ്വല്ലറിയൊക്കെ അറേഞ്ച് ചെയ്ത ശേഷം മാത്രം ഫേസിലെ മേക്കപ്പും അതുപോലെ ഹെയറൊക്കെ ചെയ്യുന്നത്. ഹെയർ എപ്പോഴും ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ ഹെയർ ഇതാണ്. ആൾക്ക് അധികം ഹെയർ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എക്സ്റ്റൻഷനൊക്കെ വെച്ച്, നല്ല നാച്ചുറൽ ആയിട്ടുള്ള എക്സ്റ്റൻഷനൊക്കെ വെച്ച് ആളുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലുക്ക് ഇഷ്ടമായില്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഒരു സൈഡായിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ബൈക്കിൽ അടുത്ത ട്രയൽ മേക്കപ്പിനുള്ള സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ നിന്ന് 25 കിലോമീറ്റർ അപ്പുറത്താണ് കേട്ടോ അത് വരുന്നത്. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ആക്റ്റീവായിരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിനാലും കുറച്ച് ടയേർഡായി. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ കോപ്പറായൊക്കെ കാണിച്ച് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം മൈൻഡ് സെറ്റായാലേ ബോഡിയും സെറ്റാവുള്ളൂ ഞങ്ങൾക്ക് തോന്നി. പിന്നെ അതേപോലെ തന്നെ ഫുഡും കഴിക്കണം. അപ്പം ഞങ്ങൾ നല്ലൊരു കുഞ്ഞൊരു ഹോട്ടൽ കണ്ടപ്പം അവിടെ കയറിയിട്ട് ഫിഷ് ഫ്രൈയും പിന്നെ അവർ തന്നതാണ് കേട്ടോ ഈ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ടൊരു കറി, അതിൻ്റെ കൂടെ പൊറോട്ടയും ചായയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ച് നമ്മൾ അടുത്ത കുട്ടിയുടെ വീട്ടിലെത്തിയിട്ട്, ഇവിടെ ട്രയൽ മേക്കപ്പാണ്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫേസിൻ്റെ പകുതി ഭാഗത്ത് നമ്മളൊരു സാമ്പിൾ പോലെ ഇട്ട് കൊടുക്കുക. ഷെയ്ഡ് ഇങ്ങനെയാണ്, ലിപ് ഷെയ്ഡ് ഇങ്ങനെയാണ്, ഐ മേക്കപ്പ് ഏകദേശം ഇങ്ങനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്കമിങ് ബ്രൈഡ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൾ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പൂച്ചക്ക് തീറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആൻഡ് വീട്ടിലെത്തിയിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം നിങ്ങൾ കരുതും കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റ് അതൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അല്ല ഗൈസ്, ഈ ഒരു ദിവസം എനിക്ക് നെട്ടോട്ടാണ്. ഈ കുളി കഴിഞ്ഞതും ഞങ്ങൾക്ക് മൂവിക്ക് പോകാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇനി ഒഴിവൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്നത് സീസൺ ടൈമാണല്ലോ. അപ്പോൾ മേക്കപ്പിൻ്റെ സീസൺ ടൈം. അപ്പോൾ ഞാൻ ഓടി നടന്നൊക്കെയാണ് റെഡി ആവുന്നത്. മേക്കപ്പൊക്കെ കുറച്ച് ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് താഴോട്ട് ഓടാണ്. സൺസ്ക്രീൻ ഇട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവോ ഇല്ലയെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇതെൻ്റെ ഒരു റുട്ടീൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രം ഞാൻ അതൊക്കെ ഇട്ടു വൈറ്റ് കാസ്റ്റ് അടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ബൈക്കിൽ ഇറങ്ങി, നല്ല ചൂടാണ്. ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് ATM ക്യാഷൊക്കെ എടുക്കാനുണ്ടായിരുന്നു. കാരണം ഞാനിപ്പോൾ അക്കൗണ്ടിൽ ക്യാഷ് വെക്കാറില്ല. കാരണം ഗൂഗിൾ പേയിൽ നിന്ന് ഒത്തിരി ചിലവാകുന്ന കാര്യം കയ്യിലാണ് കൂടുതലും ക്യാഷ് വെക്കുക. അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതാണെങ്കിൽ വേറെ അക്കൗണ്ടിൽ കൊണ്ടുവിടും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അതിനാണ് അപ്പുറത്ത് ഐശ്വര്യതൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ അവൻ എനിക്ക് തന്നു കേട്ടോ. നല്ല ചൂടല്ലേ.
അപ്പം ചൂടായതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് മാങ്ങയൊക്കെ വീണിട്ട് ഞങ്ങൾ കണ്ടതെല്ലാം പെറുക്കിയിട്ടും തിന്നിട്ടൊക്കെ ആയിട്ടോ പോവുക. ഇളക്ക് ഒരു സ്വഭാവം അങ്ങനത്തെയാണ്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ ആവേശം എന്ന് പറഞ്ഞ മൂവി കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലൊക്കെ എത്തി. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, വീക്കെൻഡ് എല്ലായിട്ടും കൂടി. അപ്പം അവിടെ ഇതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ അകത്ത് കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു. എന്തായാലും സ്നാക്സൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് ഇൻ്റർവെല്ലിന് മുമ്പ് തിന്നാനുള്ള സ്നാക്സ് ആകട്ടോ. അങ്ങനെ ടൈമായപ്പോൾ അകത്ത് കയറി ഞങ്ങൾ രണ്ടാളും കൂടി വെറുതെ ഇങ്ങനെ ഇടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആൻഡ് സ്നാക്സ് തിന്നാൻ തുടങ്ങിയിട്ടോ. കണ്ടോ, പരസ്യം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ തിന്നാൻ തുടങ്ങി. ആൻഡ് മൂവി തുടങ്ങി. നല്ല മൂവിയായിരുന്നു. പറയാനാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അടിപൊളി മൂവിയാണ്. വെറുതെ 100 crore ക്ലബിൽ കയറില്ലല്ലോ. എന്തായാലും മൂവിയൊക്കെ കണ്ടറിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ആൻഡ് അത് ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി വാങ്ങിത്തരാം. അങ്ങനെ ഞങ്ങൾ KBC പോയി. കുറ്റിച്ചിറ ബിരിയാണി സെൻറ്റർ കേട്ടോ. കാലിക്കറ്റുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ പുറത്തുള്ളവർക്കാണെങ്കിൽ ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സെൻറ്ററാണ്. അവിടെ കയറി ഞങ്ങൾ അത്ര തിരക്കൊന്നും തോന്നിയില്ല. അപ്പം സ്ഥലമൊക്കെ പിടിച്ച് നല്ല ടയർഡ് എന്നാലും പോസ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും വന്നു. ബട്ട് അതിനാണ്ട് ചിക്കൻ ബിരിയാണിന്ന് എനിക്ക് പകുതി തന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. ആൻഡ് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബീഫ് ബിരിയാണി ഒരു ഹാഫ് എടുത്ത് ഞാൻ അവന് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു സത്യം പറയാലോ. രാവിലെ കഴിച്ചതൊക്കെ അങ്ങനെ ദഹിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നെട്ടോട്ടായിരുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ KBCന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ KBCൻ്റെ പുറത്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും നിൽക്കാനുള്ള മൂഡുണ്ടായില്ല, നല്ല ചൂടല്ലേ. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. കാരണം ഇപ്പം ഇനി വരാൻ പോകുന്നത് സീസൺ ടൈം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് കിറ്റിലേക്ക് ഒരുപാട് മേക്കപ്പ് സാധനങ്ങൾ റീഫിൽ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ ഈ തൊണ്ടയാറിൽ അറിവാകുന്നതാണ് കേട്ടോ കുറേ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അവിടെ പോയിട്ട് അത്യാവശ്യം എനിക്ക് വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങി പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം ചൂടാണ്, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി. പോകുന്ന വഴിക്കിതാ കലാശക്കൊട്ടിൻ്റെ നല്ല ബഹളമായിരുന്നു. അപ്പോൾ നല്ല ടയേർഡായിരുന്നു. ഒരുപാട് പേര് ദേഷ്യം പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇത് നമുക്കൊരു ഉത്സവം പോലെ ആണെങ്കിലും ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിച്ച് ഒരുപാട് മണിക്കൂർ ഇങ്ങനെ ബ്ലോക്കിലൊക്കെ കുരുക്കിടുന്നതിനോട് എനിക്ക് തീരെ പേഴ്സണലി താല്പര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയാം കേട്ടോ. ഇത് അത്യാവശ്യമാണോ അല്ലെങ്കിൽ ഇതൊരു അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ എന്തായാലും പറയാം. അതിന് എങ്ങനെയോ ഒരു 1-2 മണിക്കൂർ, ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ അതിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ട സന്തോഷത്തിൽ നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ലൈം സോഡയൊക്കെ കുടിച്ച്. അതേപോലെ ക്യാറ്റ് ഫുഡ് രാവിലെ ഒന്നേ മേടിച്ചുള്ളായിരുന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോപ്പ് തുറന്ന് കണ്ടപ്പോൾ അവിടെ പോയി കുറച്ചുകൂടെ ക്യാറ്റ് ഫുഡൊക്കെ വാങ്ങി വീട്ടിലെത്തി. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടേ ഇല്ല കേട്ടോ കുറേ നേരം. കാരണം എനിക്ക് അത്രയും വയ്യായിരുന്നു. ഏകദേശം ഒരു 1-2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ ഫേസിലൊരു മഞ്ഞ കളറൊക്കെ കാണാൻ കാരണം ഞാൻ വെയിൽ കൊണ്ട് കാരണം ഒരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ മഞ്ഞളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ കാണുന്നത്. അപ്പോൾ ഞാൻ നല്ല ടയേർഡാണ്. ഫുഡ് പോലും കഴിക്കാൻ നിൽക്കുന്നില്ല, ഒരു ജ്യൂസ് മാത്രമാണ് കുടിച്ചത്. ഞാൻ പോയി ഉറങ്ങാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പിന്നെ ഒരു വീഡിയോ കാണാം. ബൈ.